ഭീമൻ ഗോസ്റ്റ് കപ്പലിനെ കടലിലിറക്കി IRGC. ഇറാൻ മുട്ടുമടക്കിയെന്ന് പ്രഖ്യാപിച്ച് അമേരിക്ക. എന്താണ് പശ്ചിമേഷ്യയിൽ സംഭവിക്കുന്നത്? ഗോസ്റ്റ് കപ്പൽ ഇറങ്ങിയതും IRGCയുടെ നട്ടല്ലൊടിഞ്ഞുവെന്ന് വ്യക്തം. പേര് മാത്രമാണ് ഗോസ്റ്റ് കപ്പൽ. ഇത് ഇറാന്റെ ഗതികേടിന്റെ അടയാളമാണ്. ഇനി അമേരിക്കയുമായി ഒരു ചർച്ചയ്ക്കുമില്ല. ഇറാന്റെ മണ്ണിൽ വീഴ്ത്തിയ ചോരയ്ക്ക് മറുപടി പറയിക്കും. ഖമനേയിയെ കൊന്നതിന് മറുപടി പറയിക്കും. ട്രംപിനെ കൊല്ലും, നെതന്യാഹുവിനെ കൊല്ലും കൊലവിളിയുമായി ഇതുവരെ പുളയ്ക്കുകയായിരുന്നു IRGC. ചർച്ചയ്ക്ക് പോകരുതെന്ന് ഇറാൻ ഭരണകൂടത്തോട് വാളെടുത്ത് പറയുകയും ചെയ്തു. എന്നാൽ അബ്ബാസ് അരാഗ്ചി ഉൾപ്പെടെ ഇസ്ലാമാബാദിൽ എത്തിയത് IRGCയുടെ അനുമതിയോടെ. വെടിനിർത്തൽ കരാർ അവസാനിച്ചാൽ ഇസ്രയേൽ കയറി അടിക്കും കട്ടായം. അതിനു മുന്നേ സമാധാന ചർച്ചയിലെത്തണം. അല്ലെങ്കിൽ ഇറാന്റെ സാമ്പത്തിക നട്ടെല്ല് ഒടിഞ്ഞു വീഴും. ഇപ്പോൾ തന്നെ പകുതി ഒടിഞ്ഞു. കരാറിലെത്തേണ്ടത് ഇപ്പോൾ അമേരിക്കയുടെ ആവശ്യത്തെക്കാൾ ഇറാന്റെ ആവശ്യമാണ്. ട്രംപിന്റെ കണക്കുകൂട്ടൽ പിഴച്ചില്ല. മുട്ടുമടക്കിപ്പിച്ച് സമാധാന ചർച്ചയുടെ മേശക്കരികിൽ ഇറാൻ കൂട്ടത്തെ കൊണ്ടെത്തിച്ചത് ട്രംപിന്റെ കാഞ്ഞ ബുദ്ധിയാണെന്ന് വിദഗ്ധർ പറയുന്നു. കടുപ്പിച്ചു നിന്ന് ഇസ്രയേലും ഇതുവരെ യുദ്ധമെന്ന് തന്നെ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അതായത് ഇനി ഈ വെടിനിർത്തൽ കരാർ നീട്ടിക്കൊണ്ടു പോകരുതെന്ന് അമേരിക്കയോട് കട്ടായം പറഞ്ഞിരുന്നു ഇസ്രയേൽ. എന്നാൽ അപ്പോഴും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ക്ഷമയോടെ കാത്തിരിക്കൂ, ഇറാൻ സമാധാന ചർച്ചയ്ക്കെത്തും, ആണവ കരാറിൽ അവരെ ഞാൻ ഒപ്പുവെപ്പിക്കും എന്നുള്ളതായിരുന്നു. എന്നാൽ ട്രംപ് എന്ത് കോൺഫിഡൻസിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത് എന്ന് ഇസ്രയേൽ അപ്പോഴും ശങ്കിച്ചു നിന്നു. അപ്പോഴും ഇസ്രയേൽ പറയുന്നുണ്ടായിരുന്നു ഇറാൻ ദുർബലമായി നിൽക്കുകയാണ്, IRGC ഇപ്പോൾ അവർ ശോഷിച്ചു നിൽക്കുകയാണ്, ഈ ഘട്ടത്തിൽ വേണം കയറി അടിക്കാനെന്ന്. അപ്പോഴും ട്രംപ് പറഞ്ഞു സമയമായിട്ടില്ല, അവർ മേശക്കരികിലെത്തും, ചർച്ചയ്ക്ക് ഇങ്ങോട്ട് കെഞ്ചുമെന്ന്. അതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമാബാദിൽ ഇറാൻ സംഘം എത്തിയെങ്കിൽ അവർ മുട്ടുമടക്കാൻ തയ്യാറാകുന്നു എന്നുള്ളതിൻ്റെ ആദ്യ സൂചനകളാണ് ഇത്. മാത്രമല്ല ഗോസ്റ്റ് കപ്പൽ ഇറങ്ങിയതോടുകൂടി ട്രംപിനും കാര്യം വ്യക്തമായി. IRGCയും ഇങ്ങ് താഴേക്കിറങ്ങുമെന്ന്. ട്രംപിന്റെ ആ മുന്നറിയിപ്പ് ചിലതൊക്കെ കണക്കുകൂട്ടി തന്നെയായിരുന്നു എന്നുള്ളത് വ്യക്തമാകുകയാണ്. നാഷ കപ്പൽ അഥവാ ഗോസ്റ്റ് കപ്പൽ ഇതൊരു ഇരുമ്പുകൂട് മാത്രമാണ്. എന്നാൽ ആ കപ്പൽ ഇറാൻ കടൽ തട്ടിൽ ഇറക്കിയിരിക്കുന്നതിന് ചില കാരണങ്ങളുണ്ട്. 30 വർഷം പഴക്കമുള്ള ആരും ശ്രദ്ധിക്കാതെ കിടന്നിരുന്ന നാഷ എന്ന ഭീമൻ ടാങ്കർ വീണ്ടും കടലിലിറങ്ങുമ്പോൾ അത് വെറും ഒരു കപ്പൽ യാത്രയല്ല, മറിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ കയറ്റുമതി രാജ്യങ്ങളിലൊന്നായ ഇറാന്റെ നിലനിൽപ്പിനായുള്ള അവസാന പോരാട്ടം. അമേരിക്കയുടെ കടുത്ത ഉപരോധത്തിൽ ശ്വാസം മുട്ടുന്ന ഇറാൻ തങ്ങളുടെ എണ്ണ സൂക്ഷിക്കാൻ സ്ഥലമില്ലാതെ നെട്ടോട്ടം ഓടുന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് ഈ ഗോസ്റ്റ് കപ്പൽ അഥവാ പ്രേത കപ്പലിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്. ഹോർമുസിൽ അമേരിക്കൻ കപ്പൽ പട വട്ടം വെച്ചപ്പോൾ ഞങ്ങൾ കുലുങ്ങില്ല എന്നായിരുന്നു ഇറാൻ വെല്ലുവിളിച്ചത്. ഞങ്ങളുടെ രോമത്തിൽ തൊടാൻ അമേരിക്കയ്ക്ക് കഴിയില്ല എന്ന് ഭീഷണി മുഴക്കി. എന്നാൽ ഇപ്പോൾ കുലുങ്ങുകയല്ല, കിലുകില വിറയ്ക്കുകയാണ്. ഇറാൻ തുറമുഖങ്ങളിലെ എണ്ണ കപ്പൽ പടയ്ക്ക് അനങ്ങാൻ പോലും കഴിയുന്നില്ല അവിടെ നിന്ന്. ഞങ്ങളുടെ കോട്ടയെന്ന് ഇറാൻ തന്നെ അഹങ്കരിക്കുന്ന ഹോർമുസ് അവർക്ക് നിരുതല മൂർച്ച വാളാകുന്നു. പ്രതിരോധം തീർക്കാനാകാതെ ഹോർമുസിൽ ചത്ത് വീണുകൊണ്ടിരിക്കുകയാണ് IRGC. മോസ്കിറ്റോ ഫ്ലീറ്റുകളാണ് അവർക്കാകെയുള്ള ആശ്വാസം, അതായത് അമേരിക്കയ്ക്ക് നേരെ പിടിച്ചു നിൽക്കാനുള്ളത്. എന്നാൽ IRGC സംഘത്തിൽ തന്നെ ഇപ്പോൾ വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ഭാഗം ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഒരു സമാധാന ചർച്ചയിലേക്ക് എത്തണം എന്നുള്ളതാണ്. അതായത് എണ്ണശാലകളിൽ എണ്ണ കുമിഞ്ഞുകൂടുകയാണ്. ഇതെവിടെ കൊണ്ട് സൂക്ഷിക്കും? ഇറാൻ വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് എത്തുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു സമാധാന ചർച്ച ഇപ്പോൾ ഇറാന്റെ ഏറ്റവും വലിയ ആവശ്യമാണ്. ഈ യുദ്ധം ഒരുപാട് മുൻപോട്ട് കൊണ്ടുപോകാൻ ഇറാന് കഴിയില്ല. അവർ പ്രതിസന്ധി നേരിട്ട് തുടങ്ങിയിട്ടുണ്ട്. വലിയ തിരിച്ചടികൾ ഇറാനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇറാന്റെ അസംസ്കൃത എണ്ണ കയറ്റുമതിയുടെ ഏതാണ്ട് 90% കൈകാര്യം ചെയ്യുന്നത് കാർഗ് ഐലൻഡ് എന്ന തന്ത്രപ്രധാനമായ ടെർമിനലാണ്. എന്നാൽ ഇന്ന് കാർഗിലെ സംഭരണികൾ അതിൻ്റെ പരമാവധി ശേഷിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഉപരോധം കാരണം എണ്ണ പുറം ലോകത്തേക്ക് എത്തിക്കാൻ കഴിയാതെ വന്നതോടെ ഉൽപ്പാദിപ്പിക്കുന്ന എണ്ണ എവിടെ സൂക്ഷിക്കും എന്ന വലിയ ചോദ്യത്തിന് മുന്നിലാണ് ഇപ്പോൾ ടെഹ്റാൻ നിൽക്കുന്നത്. നിർത്തേണ്ടി വരുമോ എണ്ണ ഉൽപാദനം? അതാണ് അവരെ ഭയപ്പാടിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. നമുക്കറിയാം ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വരുമാന മാർഗം അത് എണ്ണ കച്ചവടമാണ്. അവിടെയാണ് അമേരിക്ക പിടിമുറുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ നമ്മൾ കരുതി ഇറാൻ ഒരു തരത്തിലും കീഴടങ്ങാൻ പോകുന്നില്ല എന്നുള്ളത്. എന്നാൽ അമേരിക്ക പറഞ്ഞിരുന്നു
യുദ്ധത്തെക്കാൾ, ഞങ്ങൾ നടത്താൻ പോകുന്ന വ്യോമ ആക്രമണങ്ങളെക്കാൾ ഇറാനെ ഭയപ്പെടുത്തുന്നത് ഉപരോധമാണെന്ന്. ഉപരോധം കൊണ്ട് ഇറാന്റെ നട്ടെല്ലൊടിച്ചിടുമെന്ന് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചപ്പോഴും ഇസ്രയേൽ അതിനെ അത്ര കണ്ട് വിശ്വസിച്ചില്ല. എന്നാൽ ഇപ്പോൾ ഏകദേശം ഇസ്രയേലിനും ബോധ്യപ്പെടുന്നു ട്രംപ് പറഞ്ഞതിൽ വസ്തുതയുണ്ടെന്ന്. ടാങ്കർ ട്രാക്കേഴ്സ്.com പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം പ്രതിദിനം 10 ലക്ഷം ബാരൽ എണ്ണയാണ് നിലവിൽ ഇറാന്റെ സ്റ്റോറേജ് ടാങ്കുകളിലേക്ക് ഒഴുകിയെത്തുന്നത്. ഈ വേഗത്തിൽ പോയാൽ അടുത്ത 12 മുതൽ 13 ദിവസത്തിനുള്ളിൽ കാർഗിലെ ബാക്കിയുള്ള എല്ലാ സംഭരണികളും നിറഞ്ഞു കവിയും. എണ്ണ സംഭരിക്കാൻ സ്ഥലമില്ലെങ്കിൽ ഉൽപാദനം നിർത്തേണ്ടി വരും. ഉൽപാദനം നിലച്ചാൽ രാജ്യത്തിന്റെ സാമ്പത്തിക നട്ടെല്ല് തകരും. ഈ ഒരു സാഹചര്യത്തിലാണ് നാഷയെ ഒരു ഫ്ലോട്ടിംഗ് സ്റ്റോറേജായി ഉപയോഗിക്കാൻ ഇറാൻ നിർബന്ധിതരായത്. അമേരിക്കൻ നാവികസേന ഏർപ്പെടുത്തിയിരിക്കുന്ന കടുത്ത ഉപരോധം വെറുമൊരു സൈനിക നീക്കമല്ല, മറിച്ച് ഇറാന്റെ സാമ്പത്തിക വ്യവസ്ഥയെ വരിഞ്ഞു മുറുക്കുന്ന ഒരു എക്കണോമിക് വൈസ് ആണെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി US സേനയുടെ ഇടപെടൽ അത്യന്തം കർക്കശമാണ്. അതായത് ഇറാനെ വലം തിരിയാൻ അനുവദിക്കുന്നില്ല. ഉപരോധങ്ങൾക്ക് മേൽ ഉപരോധം കൊണ്ട് ഇറാനെ വരിഞ്ഞു മുറുക്കി കെട്ടുകയാണ്. ഇനിയിപ്പോൾ നാഷയെ ഇറക്കിയിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം നാഷയെ അമേരിക്ക ആക്രമിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഇറാൻ പ്രതിസന്ധി നേരിടും. ഇതുകൊണ്ട് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നട്ടം തിരിയുന്ന ഒരു IRGCയെയും ഇറാൻ ഭരണകൂടത്തെയുമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഹോർമുസിൽ വട്ടം പിടിച്ചു പൂട്ടുകയാണ് ഇറാനെ അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് അനങ്ങാൻ കഴിയുന്നില്ല. നമുക്കറിയാം ഹോർമുസ് അത് ഇറാന്റെ അധീനതയിലുള്ള ഒരു കേന്ദ്രമാണ്, കപ്പൽ പാതയാണ്. പക്ഷെ അവിടെ ഇപ്പോൾ ഇറാനെ വല്ലാതെ വരിഞ്ഞു മുറുക്കി ശ്വാസം മുട്ടിക്കുകയാണ് അമേരിക്ക. എന്താണോ അവരുടെ ശക്തി അതുതന്നെയാണ് അവരുടെ ദൗർബല്യവും. കാരണം ഹോർമുസിൽ ഇപ്പോൾ ശ്വാസം വിടണമെങ്കിൽ അമേരിക്ക ഒന്ന് കണ്ണ് മാറ്റണം, അല്ലെങ്കിൽ അവർക്കതിന് കഴിയില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇറാൻ മാധ്യമങ്ങളിൽ വലിയ വെല്ലുവിളിയും അമേരിക്കയ്ക്ക് നേരെ വലിയ പരിഹാസങ്ങളുമായിരുന്നു. വലിയ ഉപരോധങ്ങൾ കടലിൽ ഏർപ്പെടുത്തിയിട്ടും ഹോർമുസിൽ നിന്ന് ഇറാന്റെ കപ്പലുകൾ പുറത്തേക്ക് പോകുന്നു എന്ന്. അമേരിക്കയുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് ഇറാന്റെ കപ്പൽപ്പട എണ്ണയുമായി പുറത്തേക്ക് പോകുന്നുണ്ട്, ഞങ്ങൾ കച്ചവടം നടത്തുന്നുണ്ട് എന്നുള്ള വലിയൊരു വീമ്പ് പറച്ചിലായിരുന്നു. എന്നാൽ അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്ന് കൂടി നമുക്കൊന്ന് പരിശോധിക്കണം. കാരണം ആ വെല്ലുവിളിക്ക് വലിയ ആയുസൊന്നുമില്ല. കാരണം അമേരിക്ക കണ്ണടച്ചു കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ് ആ കപ്പലുകൾ പുറത്തേക്ക് പോകുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം മറ്റ് രാജ്യങ്ങളുടെ എല്ലാം സമ്മർദ്ദം അമേരിക്കയ്ക്ക് മേലുണ്ട്. ഇറാനിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട്. അവരൊക്കെ പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തിയതോടുകൂടി തന്നെ അമേരിക്കയ്ക്ക് മേലെ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ സമ്മർദ്ദങ്ങൾ വരുന്നുണ്ട്, സമാധാന കരാറിലെത്താൻ സമ്മർദ്ദങ്ങൾ വരുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് അമേരിക്ക ഒന്ന് കണ്ണടച്ചു കൊടുക്കുമ്പോൾ ഇറാന്റെ കപ്പലുകൾ ആ വഴി പുറത്തേക്ക് പോകുന്നു. അത് മനഃപൂർവ്വം തങ്ങൾ ചെയ്യുന്നതാണ് എന്ന് ഇപ്പോൾ അമേരിക്ക വ്യക്തമാക്കുകയാണ്. കാരണം മറ്റ് രാജ്യങ്ങളിലേക്ക് എണ്ണ എത്തണം. അമേരിക്കയ്ക്ക് മേലുള്ള സമ്മർദ്ദം ഒന്ന് കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കം മാത്രമാണ് നടത്തുന്നതെന്നും അല്ലാതെ ഇറാന്റെ അവരുടെ ശക്തിയും ബുദ്ധിയും കൊണ്ടല്ല ഹോർമുസിൽ നിന്ന് കപ്പലുകൾ പുറത്തേക്ക് പോകുന്നത് എന്നാണ് ഇപ്പോൾ അമേരിക്ക തിരിച്ചടിച്ചിരിക്കുന്നത്. ഇറാൻ മാധ്യമങ്ങൾക്ക് തന്നെ വായിലെ പിരിവെട്ടിയിരിക്കുകയാണ് ഈ ഒരു ഘട്ടത്തിൽ. കാരണം ഇറാനെ ഒരു ഘട്ടത്തിൽ എണ്ണ കപ്പലുകൾ പുറത്തേക്ക് വിട്ടുകൊണ്ട് ചെറിയൊരു ആശ്വാസം, ഒരു ചെറിയ ഗ്യാപ്പ് കൊടുക്കുകയാണ് അമേരിക്ക ചെയ്യുന്നത് എന്നാണ് അമേരിക്കൻ സൈന്യം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അല്ലാതെ ഹോർമുസിൽ ഒരു ഈച്ച അനങ്ങണമെങ്കിൽ അമേരിക്ക തീരുമാനിക്കണം. അമേരിക്കയുടെ അനുമതിയില്ലാതെ അവിടെ ഒന്നും സംഭവിക്കില്ല. കാരണം അത്രത്തോളം വലിയ സൈനിക വലയമാണ്, ഒരു ചിലന്തി വല പോലെ ഒരു സൈനിക വലയമാണ് ഹോർമുസിൽ അമേരിക്ക തീർത്തിരിക്കുന്നത്. 3 കപ്പൽ പടയാണ്, വമ്പൻ കപ്പലാണ് അവിടെ നങ്കൂരമിട്ട് നിൽക്കുന്നത്.